ഹായ് ഫ്രണ്ട്സ്, മൈ ലിറ്റിൽ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉള്ളത് അമൃതം പൊടി കൊണ്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കാറുണ്ടെങ്കിലും ഈ ഒരു ടിപ്സും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അമൃതം പൊടി കൊണ്ടുള്ള ഇടിയപ്പം നിങ്ങളുടെ ഫേവറേറ്റായി മാറും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെൽ ബട്ടനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കരിപ്പെട്ടി പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കരയല്ല, കരിപ്പെട്ടിയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആവശ്യത്തിന് അമൃതം പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ കുറച്ച് അളവിനുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കരിപ്പെട്ടി കഷ്ണമാക്കി ഇട്ട് കൊടുത്തത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിവിടെ അധികം കുറുകി എടുത്തിട്ടില്ല. എന്നിട്ട് ഈ പാനിയാക്കി നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന അമൃതം പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അമൃതം പൊടി ഓൾറെഡി കുറച്ച് മധുരം ഉണ്ട്. അതായത് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട്, തിളച്ച വെള്ളമല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പൊടി കുഴച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതിലേക്ക് നേരത്തെ പാനിയാക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സ്പൂൺ ഉപയോഗിച്ചേക്കുന്നത്. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് സോഫ്റ്റായിട്ടൊക്കെ മാവ് വന്നിട്ടുണ്ട്. ഞാൻ അധികം നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. അപ്പം തന്നെ ഇഡ്ഡലി തട്ടിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇടിയപ്പത്തിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക. നല്ല മധുരം വേണമെങ്കിൽ വെള്ളം ഉപയോഗിച്ചതിന് പകരമായിട്ട് മൊത്തത്തിൽ കരിപ്പെട്ടിയുടെ പാനി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, അപ്പോൾ അധികം മധുരം വരത്തില്ല കേട്ടോ. അപ്പോൾ ഇടിയപ്പം എല്ലാം ഒന്ന് നല്ല രീതിയിൽ ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ ആക്കി കൊടുത്താൽ നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാനായിട്ട് അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അമൃതം പൊടിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾ കാണും, അല്ലെങ്കിൽ അവർ കഴിച്ച് മടുത്തിരിപ്പുണ്ടാകും. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്ക് നല്ലതായിട്ട് ഇഷ്ടമാവും. അപ്പം ഞാൻ മാവെല്ലാം ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ആവി കയറ്റിയിട്ടെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലോണം വെന്ത് വരും കേട്ടോ. ആ സമയം ഇറക്കി വെക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി കൊണ്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ.